ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്യൂട്ടി പട്ടൂട്ടി ആയിട്ടുള്ള കുഞ്ഞി കുഞ്ഞി മോമോസാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് മൈദയിലേക്ക് കുറച്ച് ഉപ്പിടുക, എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് എടുക്കുക. എന്നിട്ട് ഏതാണ്ട് ഈ പരുവാകുമ്പോൾ അതങ്ങ് അടച്ച് മാറ്റി വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങനെ കുനുകുന ചെറുങ്ങനെ അരിയണം. വെളുത്തുള്ളിയുടെ തോല് കളയാൻ വൈകമോള് ഹെൽപ്പാക്കുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ബോൺലെസ് മീറ്റും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരക്കുക. ആക്ച്വലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരച്ചത്. ഇനി ഇതിനകത്തോട്ടേക്ക് എല്ലാം കൂടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുഴക്കുക. അയ്യോ, ഒരു സാധനം മറന്നുപോയി ഗൈസ്, ഇതിനകത്ത് കുറച്ച് നാരങ്ങ നീര് കൂടെ വേണം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച മൈദ ഇങ്ങനെ പരത്തി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ട് സാധനം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഒന്നിക്കൽ ഡംപ്ലിങ്ങിൻ്റെ ഷേപ്പാക്കാം, അല്ലെങ്കിൽ സാധാരണ നമുക്ക് മോമോസ് കിട്ടുന്ന ആ ഷേപ്പില്ലേ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ആ ഷേപ്പാക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടെ നമ്മൾ സാധാ ഇഡ്ഡലി ഉണ്ടാക്കുന്ന നമ്മളെ പാത്രമില്ലേ, ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ നമ്മൾ സിമ്പിളായിട്ടുള്ള മോമോസ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സിമ്പിൾ ആൻഡ് ഡിലീഷ്യസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.